NABH നമ്മൾ ഒരു ക്വാളിറ്റി വളരെ ഇൻഡെപ്തിൽ കുഞ്ഞു കാര്യങ്ങളെപ്പോലും വിശദമായി പറഞ്ഞ് നമ്മളെ സഹായിച്ചുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമുക്ക് ഒന്നിനെക്കുറിച്ചും ഊഹക്കച്ചവടം നടത്തേണ്ടി വരില്ല. NABHൻ്റെ കംപ്ലീറ്റ് സ്റ്റാൻഡേർഡുകളെ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുക. കെയർ ഓഫ് പേഷ്യൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പേഷ്യൻ്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കണക്ട് ചെയ്ത് വന്നിട്ടിരിക്കുമ്പോൾ അതിലെ 5ാമത്തെ സ്റ്റാൻഡേർഡ് നമുക്ക് തരുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ CPR റിലേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ഓർഗനൈസേഷൻ അതിൻ്റെ ഉള്ളിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും, CCയിലാണെങ്കിലും, എമർജൻസി മെഡിസിനിലാണെങ്കിലും, OPയിലാണെങ്കിലും, സ്പെഷ്യൽ കെയർ സെൻറ്ററിലാണെങ്കിലും, എവിടെയാണെങ്കിലും CPR ചെയ്യുന്നത് യൂണിഫോം ആയിരിക്കണം, ഒരേ രീതിയിലായിരിക്കണം. അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് കൃത്യമായി പ്ലാൻഡ് ആയിരിക്കണം. അത് ഡോക്യുമെൻ്റഡ് ആയിരിക്കണം, റെക്കോർഡഡ് ആയിരിക്കണം. CPR ചെയ്യേണ്ട രീതി നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവണം. അത് എമർജൻസിയിലും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവണം, CCയിലും. എവിടെയൊക്കെ CPR ചെയ്യാനുള്ള സാധ്യതയുണ്ടോ അവിടെയൊക്കെ ആ പ്രൊസീജിയർ ഫോർമാറ്റ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവണം. ഓരോ വ്യക്തിയുടെയും റെസ്പോൺസിബിലിറ്റി കൃത്യമായി അസൈൻ ചെയ്തിട്ടുണ്ടാവണം. പലപ്പോഴും ഒന്നിൽ കൂടുതൽ പേര് കണക്റ്റഡ് ആകുന്ന പ്രൊസീജിയറുകളിൽ ആരേത് ചെയ്യുമെന്ന് ആ സമയത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യത്തിൽ എല്ലാ സ്ഥലത്തും യൂണിഫോമായിട്ട് തന്നെ ആയിരിക്കണം CPR ചെയ്യണമെന്ന് പറയുന്നതിനൊപ്പം നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് 6 കാണുമ്പോൾ നമ്മളവിടെ ഒരേ കാര്യത്തിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചിന്തകളിൽ പോകുന്ന ഇത്രയാണ്. നമ്മുടെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇതിൻ്റെ ആവശ്യം വരാം. അതെങ്ങനെയാണ് അതിൻ്റെ പോസ്റ്റ് ഈവൻ്റ് അല്ലെങ്കിൽ പ്രീ ഈവൻ്റ് കണ്ടീഷൻസിനെ നമ്മൾ മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പോസ്റ്റ് ഈവൻ്റ് അനലിറ്റിക്സ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു സ്റ്റാൻഡേർഡിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. COP 5. സോ വ്യക്തമാണ് ഹൗ വി വിൽ കണ്ടക്ട് CPR യൂണിഫോംലി ഇൻ അവർ ഹോസ്പിറ്റൽ.